നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. ഇത് ജിജി ഡാനിയൽ. ഇദ്ദേഹത്തിന്റെ വീടിന് പുറകിലായി 3 നീർച്ചാലുകൾ ഉള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് വയലായിരുന്ന ഈ ഭാഗത്ത് കൂടിയുള്ള ഈ നീരൊഴുക്കുകൾ തടഞ്ഞുകൊണ്ട് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് പുതിയ റോഡ് നിർമ്മിക്കുവാനായി കല്ല് കെട്ടുകയും ഈ സമയം നീർച്ചാലുകൾ അടച്ചു വച്ചിട്ടുള്ളതുമാണ്. അന്ന് ഗ്രാമപഞ്ചായത്ത് എയുടെ നിർദ്ദേശപ്രകാരം ഈ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാനായി ഇദ്ദേഹത്തെ കൊണ്ട് 7000 രൂപയോളം മുടക്കിപ്പിച്ച് പൈപ്പുകൾ വാങ്ങിയെങ്കിലും ആ പൈപ്പിട്ട് നീരൊഴുക്ക് സുഗമമാക്കാൻ പഞ്ചായത്ത് തയ്യാറാകാത്തതുമാണ്. ഇത്തരത്തിൽ അടച്ചുവെച്ച നീരൊഴുക്കുകൾ മഴക്കാലത്ത് വെള്ളം കെട്ടിനിന്ന് തന്റെ വീടും കൃഷിയും നശിക്കുമെന്ന ഭീതിയിലാണ് ഇദ്ദേഹം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും RDOയ്ക്കും ഉൾപ്പെടെ പരാതികൾ നൽകി നീതിക്കായി കാത്തിരിക്കുകയാണ് ഈ സാധാരണക്കാരൻ. ഒഴുകാം ശുചിയായി പദ്ധതിയിലൂടെ നീർച്ചാലുകൾ സംരക്ഷിക്കാൻ ഗവൺമെന്റ് തയ്യാറെടുക്കുമ്പോഴാണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കല്ലുവട്ടാംകുഴി വാർഡിൽ ഒരു സാധാരണക്കാരന് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ഈ ഭാഗത്തോടു കൂടിയുള്ള തോട് വൃത്തിയാക്കി ഈ നീരൊഴുക്ക് സുഗമമാക്കി നൽകണമെന്ന് ഇദ്ദേഹം നിരവധി തവണ അധികാരികളോട് ആവശ്യപ്പെട്ടുവെങ്കിലും അവരാരും കണ്ണു തുറക്കാത്ത അവസ്ഥയിലാണുള്ളത്. നിലവിൽ ഈ ഭാഗത്ത് വെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുകയും ദുർഗന്ധം വഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലുമാണുള്ളത്. ഈ വെള്ളച്ചാൽ അടച്ചുകൊണ്ട് പഞ്ചായത്ത് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തി. മണ്ണിടുന്നതിന് മുമ്പായിട്ട് അവർ എൻ്റെ ഇവിടെ നിറഞ്ഞു കിടക്കുന്നതും മുകളിൽ നിന്ന് വരുന്നതുമായ വെള്ളം, ഈ വസ്തുവിനകത്ത് നിന്ന് നിറഞ്ഞു കിടക്കുന്ന വെള്ളം, അത് പോകാനുള്ള ഒരു സൊല്യൂഷൻ, നീരൊഴുക്ക് നേരെ നല്ല രീതിയിൽ പോകാനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അവരിവിടെ മണ്ണിടുമെന്ന് പറഞ്ഞു. ഇന്ന് കാലത്ത് അവർ മണ്ണിടാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് വന്നു. എനിക്ക് എൻ്റെ വസ്തുവിനകത്തുള്ള വെള്ളം പഴയതുപോലെ തന്നെ വിട്ടുതരാൻ അധികൃതർ അത് എനിക്ക് ഉറപ്പ് തന്നതുപോലെ തന്നെ സാധ്യമാക്കി തരണം. എൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. ഈ വെള്ളം കെട്ടിക്കിടക്കരുത്. അവർ എന്നെ അറിയിക്കാതെ ഞങ്ങളില്ലാത്ത ദിവസം ഇത് കെട്ടിയടച്ചുള്ളത് പോയി. വർഷങ്ങളായിട്ടുള്ള ഈ വയലുള്ള കാലം മുതലുള്ള ഒരു വെള്ളച്ചാലാണത്. അവർ കെട്ടിയടച്ചിട്ട് ഞങ്ങളില്ലാത്ത സമയത്ത് കെട്ടിയടച്ചിട്ട് പോയി. ഇതിപ്പോൾ കെട്ടിക്കിടന്നിട്ട് കൂത്താടിയും കൊതുവുമായിട്ട് ഞാൻ കൂടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഇതിനൊരു പരിഹാരം അധികൃതർ കണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെങ്കിലും ഇനി വരും മഴ വരാൻ പോകണം. മഴ വന്നു കഴിഞ്ഞാൽ ഇത് കായൽ മാതിരിയാവുകയും ഞങ്ങൾക്ക് കൂടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാവുകയും ചെയ്യും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണമെന്നാണ് എൻ്റെ അപേക്ഷയാണ്. ഇവിടെ ഒരു കലുങ്കുണ്ടായിരുന്നല്ലോ, ഈ കലുങ്കിന്റെ അടിയിൽ കൂടെ വെള്ളം പോകത്തില്ലായിരുന്നു? കലങ്ങിന്റെ അടിയിൽ കൂടെ സുഗമമായിട്ട് ഈ വഴിക്ക് ഇവർ കെട്ടുന്നതിന് മുമ്പായിട്ട് ഈ കലങ്ങിന്റെ അടിയിൽ കൂടെ സുഗമമായിട്ട് വെള്ളം പോകും, അതുവഴിയും സുഗമമായിട്ട് വെള്ളം പോകും. ഇവർ കലങ്ങിന് വേണ്ടി കല്ലിറക്കി ഇവിടെ അടയ്ക്കുകയും, മനസ്സിലായില്ലേ, ഇവിടെ അടച്ചതിന് ശേഷം ഈ മണ്ണെല്ലാം കൂടെ വന്ന് വീണി തോടങ്ങ് നികന്നു. അന്ന് അവർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് മഴയ്ക്ക് മുമ്പ് തോട് കോരി ക്ലിയറാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പം വെള്ളമെല്ലാം കൂടെ വന്ന് ഈ ഭാഗത്ത് വന്നിട്ട് പൊങ്ങിയിട്ട് എൻ്റെ വീട്ടിന് വരുന്ന വെള്ളം പിടിക്കുക. ഏത് നിമിഷവും അത് ഈ വെള്ളം അടിയിൽ കൂടെ വന്നാൽ എൻ്റെ വീട്ടിനൊരു കുഴപ്പമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ തോടും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് തരണമെന്ന്. ഇത് പഞ്ചായത്തിന്റെ വർക്കാണോ? ഇത് പഞ്ചായത്തിന്റെ വർക്ക്. അപ്പൊ അന്ന് വന്ന് കണ്ടിട്ട് പറഞ്ഞില്ലേ ഈ നീരൊഴുക്ക്? വന്ന് പോയി നീരൊഴുക്ക് അത് ഒന്നും അതിനെപ്പറ്റി ഒന്നും അവർ സംസാരിച്ചില്ല. അവരുടെ ഉദ്ദേശം ഈ വഴി മാത്രം കെട്ടുക എന്നുള്ളതാണ്. നീരൊഴുക്കിനെ പറ്റി അവർക്ക് യാതൊരു ഉദ്ദേശമില്ല. ഒരു മെമ്പറുണ്ട്, മെമ്പർ വന്നതിനെപ്പറ്റി കാര്യങ്ങൾ തിരക്കും ഒന്നും ചെയ്യില്ല. മെമ്പർ അവരുമായിട്ട് സംസാരിക്കും, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മെമ്പർ ചെയ്തു കൊടുക്കും. അല്ലെ മെമ്പർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഈ ഭീകരമായ രീതി അങ്ങനെ പറയാനൊക്കെ. അടുത്ത മഴ വന്നു കഴിഞ്ഞാൽ 2-3 മഴ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം എങ്ങോട്ട് പോകും? ഇവിടെ വന്ന് കെട്ടിക്കിടന്നിട്ട് പൊങ്ങി അങ്ങോട്ട് കയറും. ഈ ഒരു അവസ്ഥയാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം എനിക്ക് ഉണ്ടാക്കി തരണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ചെയ്തിട്ട് ബന്ധപ്പെട്ട പരാതി ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടോ? പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്കെതിരെ ഈ വഴി കെട്ടരുതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലുള്ള ഒരു പരാതികൾ അവരെല്ലാം വന്ന് നോക്കി, അവരെല്ലാം കണ്ടിട്ട് പോയതാണ്. അവരെല്ലാം പറയുന്നത് നീരൊഴുക്ക് തടസ്സപ്പെടുത്തരുതെന്നാണ് അവരെല്ലാം പറയുന്നത്. പക്ഷേ അവർ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. പോലീസിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പോലീസുകാർ വന്ന് കണ്ടതാണ്. വന്നപ്പോഴും അന്ന് SI അദ്ദേഹം പറഞ്ഞത് ഈ യാതൊരു കാരണവശാലും ഇത് കേൾക്കില്ല, കറക്റ്റായിട്ട് നീരൊഴുക്ക് നടത്തി വിടണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ പഞ്ചായത്ത് അധികൃതർ അവരാണ് പ്രശ്നം. അവർ ഇങ്ങോട്ടൊന്നും വരുമൊന്നുമില്ല. ഇതാ ഒരു 2 മരം വേരില്ലാതെ നിൽക്കുന്നു. ഏത് സമയത്തും മറിഞ്ഞു വിടാം. അത് അപേക്ഷ കൊടുത്തിട്ട് പോലും അവർക്ക് യാതൊരുവിധ അനക്കവും പഞ്ചായത്തിനില്ല. അതുകൊണ്ട് എനിക്കിതൊരു നടപടി ഉണ്ടാവണം. ഈ വെള്ളം സുഗമമായിട്ട് പോകണം. അതേപോലെ അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം പോകാനുള്ള ഈ വഴി ഉണ്ടാക്കുന്നതിന് അച്ഛൻ തടസ്സമല്ല, ഒരു തടസ്സവുമല്ല. ഈ വെള്ളം ഒഴുക്ക് തടയാതിരുന്നാൽ മാത്രം മതി. ഈ വെള്ളം എനിക്ക് കറക്റ്റായിട്ട് പോകണം. വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീടും പരിസരം കായൽ മാതിരിയായി പോകും. ഇവിടെ വെള്ളം കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വീട് ഇടിഞ്ഞ് വീഴും. ഇതുണ്ടാവാതെ എത്രയും പെട്ടെന്ന് ഈ തോട് ക്ലിയർ ചെയ്യുകയും
എൻ്റെ അവിടുത്തെ വയലിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്താതെ പോകുന്ന രീതിയിലാക്കി തരികയും ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.